കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ്വാഗൻ്റെ പോളോ GT ആണ്. 2018 മോഡൽ 1.2 TSI വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഇതിൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ വഴി ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഈ വാഹനം ഫുള്ളൊന്ന് കണ്ടു വരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ വാഹനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം DSG ഗിയർ ബോക്സാണ് വന്നേക്കണം. പവർഫുള്ളാണ്. സ്കോഡ അതേപോലെ തന്നെ ഫോക്സ്വാഗൻ്റെ DSG ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനമാണിത്. ഫുൾ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പോളോ GT TSI ആണ്. അപ്പോൾ പോളോൻ്റെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്ന വാഹനം കൂടിയാണ് GT വാഹനങ്ങൾ. ഇപ്പോൾ നമ്മൾ ഡീസൽ GT ആയാലും അല്ലെങ്കിൽ പെട്രോൾ GT ആയാലും അതിൻ്റേതായ സവിശേഷതകൾ നമുക്ക് ഈ വാഹനത്തിന് കിട്ടാറുണ്ട്. ഇപ്പോൾ പെട്രോൾ GT എന്ന് പറയുമ്പോൾ അതിൻ്റെ DSG ഗിയർ ബോക്സാണ് തന്നെ വളരെയധികം പെർഫോമൻസ് തരുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനം നോക്കിയാൽ തന്നെ അറിയാം, ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ശ്രദ്ധിക്കണം. നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണ്. ഒരു രീതിയിലുള്ളൊരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അത്രയ്ക്കധികം നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ 29,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഓടിക്കുമ്പം കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫാൻസി നമ്പർ കൂടിയാണ് 2525 വന്നേക്കണം. ഓക്കെ, പിന്നെ ടോപ്പ് വ്യൂ നോക്കാം. എന്താണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇനി നമുക്ക് വീലാർസും എയർ കണ്ടീഷനും അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. വളരെ നീറ്റായിരിക്കും വീലാർസും കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി ഡെൻറ്റ് നോക്കാം. ബോണറ്റ് ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെ ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇങ്ങനെ ബമ്പേഴ്സാണ്. ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാം. കേട്ടോ, ഇവിടെ ഹെഡ് ലാംപ്സ് നോക്കാം. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെയും ഫോഗ് ലാംപ്സ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ട് ഡോറിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും കൂടെ കാണാം. അതേപോലെ റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. GT TSIയുടെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ ആയാലും വീലാർസ് നോക്കാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ അലോയ്സ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്പോയിലേഴ്സ് കിട്ടുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് സ്പോയിലേഴ്സ്, ഫോക്കസ് വരുന്നുണ്ട്. അതേപോലെ റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ടെങ്കിലും ലിഡ് നമുക്കിവിടെ കാണാം. GTയുടെ ബാഡ്ജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ഇവിടെ ക്വാളിറ്റി തന്നെ ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടെങ്കിലും വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് കാണാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും നീറ്റായിട്ട് ഇരിക്കുന്നു. ഈ ഡോർ നോക്കുമ്പോൾ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം. ഡോർ പാഡ്സ് വന്നേക്കണേ. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ബാക്കി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സാണ് അടുത്ത ഹൈലൈറ്റ്. നല്ല ഹൈ പ്രീമിയം ലെതർ വെച്ചിട്ട് ചെയ്തേക്കണം സീറ്റ്സാണ് വന്നേക്കണം. കണ്ടോ, നല്ല വൃത്തിയായിട്ട്. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചാണ്. ഇവിടെയും കമ്പനി സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 26,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം. ഇപ്പോൾ 29,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ ഓടിയേക്കണം. പിന്നെ ഓട്ടോമാറ്റിക്കാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് തൈ സപ്പോർട്ടിന് സ്പെഷ്യലായിട്ടൊരു സംഭവം സീറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോർ നോക്കാം. ഫ്ലോർ ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫ്ലോർ നമുക്ക് കാണാം. ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കാം. റിയർ ഭാഗത്ത് സീറ്റ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്. റൂഫായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. ഓക്കെ, പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്കൊന്ന് പോയേക്കാം. ഇവിടെയും ഡോർ നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് നോക്കാം. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നീറ്റായിട്ടിരിക്കുന്ന ലെഗ് റൂം നമുക്കിവിടെ കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അല്ല, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അവിടെ എന്താണ് അവസ്ഥ ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. TSI എഞ്ചിനാണ് വന്നേക്കണേ. കേട്ടോ, പെട്രോൾ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കോമ്പാക്റ്റ് എഞ്ചിനാണത്. 1.2 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കണം. അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കിയേക്കാം. എന്തെങ്കിലും പേസ്റ്റിങ്ങിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി നോക്കാം. ഇവിടെ എഡ്ജസ് നോക്കാം. കണ്ടോ, നല്ല
വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും ലിഡ് നോക്കാം, ലിഡായാലും നീറ്റായിട്ടുണ്ടെങ്കിൽ ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇവിടെ നോക്കാം കേട്ടോ, നീറ്റായിട്ട് ഞാൻ ബൂട്ടുണ്ട്, ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൂടാതെ തന്നെ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കാം. അല്ല, വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തേക്കണം. ആ ഒരു എഡ്ജസും കൂടി നമുക്ക് കാണാം. ലോവർ പോർഷനിലേക്കൊന്ന് പോയേക്കാം. ലോവർ പോർഷനായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലോവർ പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്പെയർ വീലും ചെക്ക് ചെയ്തേക്കാം. അൺടച്ച്ഡ് ആയിട്ടുള്ള സ്പെയർ വീലാണ് വന്നേക്കുന്നത്. ഇവിടെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുള്ള് വീഡിയോ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇന്റീരിയർ സ്പേസ് നമുക്ക് ഈ ഒരു പോളോ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുകഴിഞ്ഞു. ഇന്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ DSG ഗിയർ ബോക്സ് വന്നേക്കണം 1.2 TSI GT വന്നേക്കണം. ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാ ലിങ്കിൽ കൂടി ഡെയിലി നിങ്ങളിലേക്ക് എത്തണം. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 10 ലക്ഷം രൂപയാണ്. 10.50 lakhs. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്താൽ നമ്പറിനകത്തേക്ക് വിളിക്കാം. എന്തെങ്കിലും ഒരു നെഗോസിയേഷനോ അല്ലെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്പറിനകത്തേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെയായിരുന്നു ഈ ഒരു GTയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി നിങ്ങളിലേക്ക് എത്തും. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. തരാം.